നെയ്മറിനെ പോലുള്ള ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിന് ഒരു 3 to 4 വീക്സ് വരെ എടുക്കുന്നു ഒരു ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട്. അപ്പൊ പിന്നെ നമ്മളെ പോലുള്ളവരെന്തിനാണ് 3 to 4 ഡേയ്സിനുള്ളിൽ തന്നെ ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടി നോക്കുന്നത്? Recently, Neymar suffered from a grade 2 muscle injury, which means the muscle fibers were partially torn. ഇത് വെറും സിമ്പിൾ ടൈറ്റ്നസോ ക്രാംസോ അല്ല. ജനറലി ഒരു കാഫ് ഇഞ്ചുറിയിൽ നിന്ന്, അതും ഗ്രേഡ് 2 കാഫ് ഇഞ്ചുറിയിൽ നിന്ന് റിട്ടേൺ ചെയ്യാനായി ഒരു 3 to 4 വീക്സ് വരെ എടുക്കും. ഇതിന്റെ എക്സാക്ട് ടൈം ഒരു ഇഞ്ചുറി സിവിയറിറ്റി, സിംറ്റംസ്, സ്ട്രെങ്ത്, പിന്നെ പ്രോഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയും ദിവസം ഇവർ എന്തായിരിക്കും ചെയ്യുന്നത്? ഫിസിയോതെറാപ്പി സ്റ്റാർട്ട്സ് ഫ്രം ഡേ 1. പെയിൻ ആൻഡ് സ്വെല്ലിംഗ് കുറയ്ക്കാൻ, വാക്കിംഗ് പാറ്റേൺ നോർമൽ ആകാൻ, പിന്നെ മൊബിലിറ്റി റീസ്റ്റോർ ചെയ്യാൻ, കാഫ് സ്ട്രെങ്ത് തിരിച്ചു കൊണ്ടുവരാൻ, ബാലൻസ് ആൻഡ് സിംഗിൾ ലെഗ് കൺട്രോൾ ഇംപ്രൂവ് ചെയ്യാൻ, റണ്ണിങ്, സ്പ്രിന്റിംഗ്, കട്ടിംഗ് മൂവ്മെന്റ്സ് ഗ്രാജുവലി റീഇൻഫോഴ്സ് ചെയ്യാൻ. ഇതിനെല്ലാം ഫിസിയോതെറാപ്പി തന്നെ വേണം. അതുകൊണ്ട് തന്നെ പെയിൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ റിക്കവറി കംപ്ലീറ്റ് ആയി എന്നല്ല അർത്ഥം. ആസ് ഫിസിയോസ് ഞങ്ങൾ ഒരു പെയിൻ കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, പ്ലെയറിന് സെയിം ഇഞ്ചുറി വീണ്ടും വരാതെ നോക്കുക. Remember, return to play is not based on days. It's based on tissue can tolerate the demand of football again.